നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എവിടെ വെച്ച് അറസ്റ്റ് ചെയ്താലും മുത്തശ്ശി അറിയില്ലേ? ആ ദുരന്തം, എന്റെ മുത്തശ്ശിയുടെ മരണം, അതൊത്തിരി മാറ്റിവെക്കാലോ. അളിയൻ പേടിക്കണ്ട, രക്ഷപ്പെടാൻ എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല. അളിയന്റെ കസ്റ്റഡി തന്നെ ഞാനിവിടെ ഉണ്ടല്ലോ. പോലീസും പട്ടാളവും ഒന്നും വേണ്ട. അളിയൻ പറയുന്നിടത്ത് വന്ന് ഞാൻ കീഴടങ്ങും. വൈകിക്കണ്ട, നാളെ കാലത്ത് തന്നെ ഞാൻ വരാം. ശരി, എനിക്ക് നാളെ തന്നെ അറസ്റ്റ് ഉണ്ടാവും. പക്ഷേ നീ ഇപ്പൊ മുതൽ എന്റെ കസ്റ്റഡിയില, എന്റെ അളിയൻ എന്ന കൺസിഡറേഷനിൽ. ഈ വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റം വന്നാൽ എല്ലാ കൺസിഡറേഷനും ഞാൻ മാറ്റിവെക്കും. വളരെ ക്രൂരനായൊരു പോലീസ് ഓഫീസറായിട്ട് എനിക്ക് മാറേണ്ടി വരും. എന്താ, നീ തയ്യാറല്ലേ? 100%. എങ്കിൽ കാലത്ത് തന്നെ അറസ്റ്റിന് ഒരുങ്ങിക്കോ. അല്ല, ഞാൻ കാലത്ത് എങ്ങോട്ടാ വരേണ്ടതെന്ന്? അത് കാലത്ത് പറയാം. അതൊക്കെ ഞാൻ വന്നിട്ട് ചെയ്താൽ മതി, ഞാൻ പറയാം. മോനെ ദത്ത, ഞാൻ വിളിക്കാം. എന്താ മുത്തശ്ശി? ഞാനൊരു കാര്യം പറഞ്ഞ ദത്തൻ അനുസരിക്കോ? എന്താ പറയുന്നത്? നീതിക്ക് നിരക്കുന്നതല്ലെന്ന് എനിക്കറിയാം, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. മുത്തശ്ശി കാര്യം പറ. ഈ കേസ് ഇന്ന് ആദ്യക്കുട്ടനെ ഒന്ന് ഒഴിവാക്കിക്കൂടെ? മനസ്സിലായില്ല. മനസ്സിലാകാഞ്ഞിട്ടല്ല, മോൻ അങ്ങനെ അഭിനയിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. മുത്തശ്ശിയോട് ആരത് പറഞ്ഞു? അവനാണോ? അല്ല, നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ മുത്തശ്ശിക്ക് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. എല്ലാരും മറന്ന ഒരു കേസല്ലേ അത്. അതിന് വെറുതെ കുത്തിപ്പൊക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, പറയുന്നത് അന്യായമാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ദത്തന്റെ സത്യസന്ധതയ്ക്കും ജോലിയോടുള്ള ആത്മാർത്ഥതയ്ക്കും ഞാൻ വില പറഞ്ഞതല്ല. എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഇതല്ലാതെ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയത്. ഞാനിപ്പോ സംസാരിക്കുന്നത് ഒരു പോലീസ് ഓഫീസറോടല്ല, എന്റെ മകന്റെ സ്ഥാനത്ത് ഞാൻ കാണുന്ന എന്റെ കൊച്ചു മരുമകനോടാ. മുത്തശ്ശിയല്ല ഞാനിപ്പോ. ഒരു മകനെ രക്ഷിക്കാൻ മറ്റൊരു മകനോട് അപേക്ഷിക്കുന്ന ഒരമ്മയാണ്. ആ ഒരു പരിഗണന ദത്തൻ എനിക്ക് തരണം. മുത്തശ്ശിനെ വെറുതെ ധർമ്മസങ്കടത്തിലാക്കരുത്. ഞാൻ ഇത്രയും കാലം ജീവിച്ചത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്കൊക്കെ വേണ്ടിയാ. നിങ്ങളുടെ സുഖവും സമാധാനമായിരുന്നു സ്വപ്നങ്ങളിൽ പോലും എന്റെ ചിന്ത. ഒടുക്കം ഞാൻ കണ്ണടയ്ക്കുമ്പോഴും നിങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ടുകൊണ്ടായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി മോൻ എന്നെ ഒന്ന് സഹായിച്ചുകൂടെ? അറിയാതെ ആദ്യം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അനിയനോട് കാണിക്കുന്ന ദയ ദത്തൻ അവനോട് കാണിച്ചുകൂടെ? മുത്തശ്ശി എന്തറിഞ്ഞിട്ടായി പറയുന്നേ? ദത്തൻ പറയാൻ പോകുന്നത് അവനൊരു കൊലയാളിയാണെന്നല്ലേ. അഥവാ അങ്ങനെ ഒരു തെറ്റ് അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയായിരുന്നു നമ്മൾ ചിന്തിക്കണം. അതവന് പൂജയോടുള്ള ഇഷ്ടക്കൂടുതലും ഉണ്ടാ. അവളെ സ്വന്തമാക്കാൻ വേണ്ടി, അതിനുവേണ്ടി അവൻ സ്വന്തം ജീവൻ പോലും ബലി കൊടുക്കാൻ തയ്യാറായിരുന്നു. ഞാൻ ഈ പറഞ്ഞതൊക്കെ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണെന്ന് വിചാരിക്കരുത്. തെറ്റ് തന്നെയാ. പക്ഷെ മോനെ, അവനങ്ങനെ ഒരു കയ്യബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പൂജയോടൊപ്പം ജീവിക്കാനുള്ള അത്യാഗ്രഹം കൊണ്ടല്ലേ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവനീ ചെയ്തതൊക്കെ വെറുതെ ആയി പോവില്ലേ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ മരിച്ചുപോയ പിള്ളേര് തലതെറിച്ചവന്മാരായിരുന്നു. ഈ പറയുന്ന കടപ്പുറത്തുകാരൻ പയ്യനെ പൂജമോൾക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് അവരെ കൊല്ലണോ? മുത്തശ്ശി ഇത്ര സ്വാർത്ഥയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ സ്ഥാനത്ത് വേറെ ആരായാലും സ്വാർത്ഥയായി പോകും. കാരണം ഞാൻ എന്റെ ഹൃദയം സൂക്ഷിച്ചിരിക്കുന്നത് അവന്റെ ഹൃദയത്തിലാണ്. അവന്റെ ഹൃദയം തുടിക്കുന്നത് എനിക്ക് വേണ്ടി കൂടെയാ. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഞാൻ സ്വാർത്ഥയാകണ്ടേ? സ്വാർത്ഥയാകാം, പക്ഷെ അത് അവനെ നന്നാക്കാൻ വേണ്ടി ആവണം.
നശിപ്പിക്കാൻ വേണ്ടി ആവരുത്. അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നതാണോ നന്നാക്കലേ? മുത്തശ്ശി അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതൊക്കെ സംഭവിക്കണം. അതിനെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്നതല്ലേ? ഞങ്ങളല്ല പറഞ്ഞത്, തെളിവുകളാ. എന്ത്?